guys, welcome to Maple Malayali Vlogs. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേസിനെസ്, അതായത് മടി. അപ്പൊ നമുക്ക് ഒരുമിച്ച് മടിയെ തുടച്ചു മാറ്റാം. ലേസിനെസ് അതായത് മടി. ഈ മടി എങ്ങനെ നമുക്ക് തുടച്ചു മാറ്റാം? ആക്ച്വലി ഈ മടി എന്ന് പറയുന്നത് നമുക്ക് ഒരാൾ ജനിക്കുമ്പം അയാൾക്ക് ജന്മന ഉണ്ടാകുന്ന ഒരു സ്വഭാവമൊന്നുമല്ല മടി എന്ന് പറയുന്നത്. ഇപ്പം എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റാതെ നമ്മുടെ മൈൻഡ് അതിനെ അവോയ്ഡ് ചെയ്ത് മാറ്റും. അതിനെയാണ് നമ്മൾ മടി എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് മടിയെ തുടച്ചു നീക്കാമെന്നാണ്. സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയട്ടെ, ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറോ കരിയർ ഗൈഡൻസ് കോച്ചോ ഒന്നുമല്ല. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതെല്ലാം എൻ്റെ എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങളാണ്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് വൺ സ്മോൾ സ്റ്റെപ്പ്. അതായത് നമുക്കിപ്പം ഒരു ആക്ഷൻ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ആ ഒരു ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം ഭയങ്കര വലുതായതുകൊണ്ടാണ് നമ്മൾ ഈ മാറ്റി വെക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് വെയിറ്റ് കുറയ്ക്കണം. അപ്പം നമ്മൾ പറയാണ് നാളെ രാവിലെ ഞാൻ 4 മണിക്ക് എണീക്കും, എന്നിട്ട് 1 മണിക്കൂർ എക്സസൈസ് ചെയ്യും. അപ്പം തൊട്ട് നമുക്ക് ടെൻഷൻ ആയിരിക്കും, നാളെ രാവിലെ 4 മണിക്ക് എണീക്കണമല്ലോ, പിന്നെ ഇനി 1 മണിക്കൂർ എക്സസൈസ് ചെയ്യണമല്ലോ. അത് കാരണം ചിലപ്പോൾ നമുക്ക് മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റത്തില്ല, ടെൻഷൻ ആയിരിക്കും. പിന്നെ നമ്മൾ ചിലപ്പോൾ 4 മണിക്ക് എണീക്കത്തില്ല. അപ്പം പിന്നെ നമ്മൾ പറയാം ഓക്കെ മറ്റന്നാൾ മുതൽ സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ മാറ്റി വെക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെന്താണ് ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കുക. ഇപ്പം നമ്മൾ പറയാം ഓക്കെ ഐ വിൽ ജസ്റ്റ് ഡു ഫോർ 5 മിനിറ്റ്സ്. ഞാൻ നാളെ ഒരു 5 മിനിറ്റ് എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എക്സസൈസ് ചെയ്യാം. അങ്ങനെ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരിക്കലും ഒരു മോട്ടിവേറ്റഡ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ല ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മുടെ ബ്രെയിന് ഓട്ടോമാറ്റിക്കലി ഈ ലേസി മോഡിൽ നിന്ന് ആക്ഷൻ മോഡിലോട്ട് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പിന്നെ നമ്മൾ മോട്ടിവേറ്റഡ് ആയി നമ്മൾ ആ ആക്ടിവിറ്റി അങ്ങ് കണ്ടിന്യൂ ചെയ്തു പോകും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് സ്മോൾ സ്റ്റെപ്പ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് ഡിസ്ട്രാക്ഷൻസ്. ഇപ്പം നമ്മളിപ്പം പഠിക്കാനാണ് നമ്മൾ തീരുമാനിച്ചെന്ന് വെച്ചു. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡിസ്ട്രാക്ഷനാണ്, മെയിൻ ആയിട്ടുള്ളതാണ് ഫോണ്. ഇപ്പം നമ്മളിപ്പം ഒരു 30 മിനിറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ 1 hour ആയിക്കോട്ടെ, നമ്മൾ ആ പഠിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ ആ ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ടുള്ള ആ ഫോൺ അവിടെ നിന്ന് മാറ്റി വെക്കുക. നമ്മൾ ഒന്നേ പഠിക്കുന്ന റൂമിൽ നിന്ന് എടുത്ത് അത് അടുത്ത റൂമിൽ കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര അത്ഭുതപ്പെട്ടു പോകുന്നു എന്തുമാത്രം കാര്യം ആ ഒരു ഡിസ്ട്രാക്ഷൻ മാറ്റി വെക്കുമ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ആ ഒരു എൻവയോൺമെന്റ്, ഇപ്പൊ പഠിക്കുന്നതാണെങ്കിൽ ആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഇരിക്കുന്ന ഒരു റൂമിൽ ആ ഒരു എൻവയോൺമെന്റ് എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കുക. ആ ഒരു ക്ലീൻ ആയിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി വരും. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റി അനുസരിച്ച്, ഇപ്പം പഠിക്കുന്നതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, നമ്മൾ ഇരിക്കുന്ന ഒരു എൻവയോൺമെന്റ് മാറ്റർ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്ട്രാക്ഷനും അവോയ്ഡ് ചെയ്യുക. അത് നമ്മുടെ ആക്ടിവിറ്റി ഒരു മുടക്കം വരുത്താതെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് എ സിമ്പിൾ പ്ലാൻ. അതായത് ഇപ്പം നമുക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്യണം. അപ്പം നമ്മളിങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ, അതേപോലെ ഇത്രയും വലിയ പ്രൊജക്റ്റ് ആണ്, 100 മാർക്സിന്റെ പ്രോജക്റ്റ് ആണ്, ഞാൻ അത് എങ്ങനെ ചെയ്യും, ഇങ്ങനെ കൺഫ്യൂസ് ആയി നമ്മളിങ്ങനെ മാറ്റി വെക്കും. അതേസമയം ആ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ തുടങ്ങാം, ഒരു സിമ്പിളായിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഇപ്പോൾ ഒരു പ്രൊജക്റ്റിന്റെ കേസിലാണ് ആദ്യം ടോപ്പിക്ക് സെലക്ട് ചെയ്യുക, പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുക, അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക. അപ്പം നമുക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആകുമ്പോൾ, അതായത് നമുക്ക് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്കത് ക്ലിയർ ആണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് വർക്ക് ആവും. അപ്പം ഓൾവേസ് മേക്ക് എ പ്ലാൻ ഫോർ യുവർ ഗോൾ. സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ് യുവർ എനർജി, നോട്ട് യുവർ മോട്ടിവേഷൻ. അതായത് ചില സമയത്ത് നമുക്ക് മടിയായിരിക്കത്തില്ല, നമ്മൾ ടയേർഡ് ആയിരിക്കും. അപ്പം നമുക്ക് നല്ല ക്ഷീണം കാണും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഒരു വാക്കിന് പോവുക, അല്ലെങ്കിൽ നല്ലപോലെ ഒന്ന് കിടന്നുറങ്ങുക. അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് നല്ലപോലെ ഫ്രഷ് ആവും. അപ്പം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാനായിട്ട് പറ്റും. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവാർഡ് യുവർ സെൽഫ്. അതായത് ഇപ്പം നമ്മൾ പഠിക്കുന്ന കേസിലാണ്, ഇപ്പം നമ്മൾ പറയാം ഇന്ന് ഈ 2 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ പുറത്തൊരു മൂവിക്ക് പോവാം, അല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാം, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു സ്മോൾ റിവാർഡ് വെക്കാം. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു റിവാർഡ് നമുക്ക് ആ ഒരു ഹാബിറ്റിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമുക്ക് തോന്നിപ്പിക്കും. നമുക്ക് തോന്നും ഓക്കെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ബിരിയാണി കഴിക്കാമല്ലോ, അല്ലെങ്കിൽ ഇത്രയും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു സിനിമ കാണാമല്ലോ. അപ്പൊ അത് കാരണം നമ്മൾ ഒന്ന് മോട്ടിവേറ്റഡ് ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടാസ്ക് ചെയ്യാനായിട്ട്. അപ്പൊ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമെമ്പർ യുവർ വൈ.
അപ്പൊ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്തിനു വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്, ഞാൻ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണ്. അപ്പൊ നമ്മുടെ ആ ഒരു റീസൺ സ്ട്രോങ് ആണെങ്കിൽ നമ്മുടെ മടി എന്താണ് അവിടെ വീക്ക് ആയിട്ട് തുടങ്ങും. സോ ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, ഇന്ന് തന്നെ ഒരു സ്മോൾ ആക്ഷൻ എടുക്കാം. ഓൾവേസ് റിമെമ്പർ, എപ്പോഴും ആലോചിക്കുക, ഒരു ടൈനി സ്റ്റെപ്പും ഒരു ചെറിയ ആക്ഷനും കൗണ്ട് ആവും നിങ്ങളുടെ ആ ഗോളിലേക്കുള്ളത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. സോ സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.